ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും ബബിൾസ് വീട്ടിലേക്ക് സ്വാഗതം. അപ്പം ഞാൻ ഇന്ന് ഒരു കോഫി റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. സാഗോ കോഫി. അത് ഞാൻ കുറേ ഇതിലിങ്ങനെ കണ്ടിട്ടുണ്ടായിരുന്നു, കോഫിയുടെ റീൽസും കാര്യങ്ങളും. അപ്പം ഞാൻ വിചാരിച്ചു അതൊന്ന് ഉണ്ടാക്കി നോക്കാമെന്ന്. അപ്പോൾ അതുണ്ടാക്കാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ പക്ഷേ അതിൻ്റെതായ ശൈലിയിലോട്ട് ഉണ്ടാക്കുന്നത് സാഗോ കോഫി. കുറച്ച് ഐസ്ക്രീമൊക്കെ ഇട്ട് ഒന്ന് ഡെവലപ്മെൻ്റ് ആക്കി അപ്പോൾ ഒന്ന് ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് അച്ചൂടെ കുറേ ദിവസമായിട്ട് പറയണം നമ്മൾക്ക് ഉണ്ടാക്കി കുടിക്കാൻ മീൻ. അപ്പോൾ ഓക്കെ, ഉണ്ടാക്കാമല്ലോ. അപ്പോൾ ഞങ്ങൾ ഉണ്ടാക്കുകയാണ്. എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കുക. ഉണ്ടാക്കിയിട്ട് ഒരു ഗ്ലാസ് വെള്ളം എടുത്ത് തിളപ്പിച്ചിട്ട് അതിലേക്ക് കുറച്ച് കാപ്പിപ്പൊടിയും കുറച്ച് പഞ്ചസാര ഇട്ട് കൊടുത്തിട്ട് നന്നായി തിളപ്പിച്ചെടുക്കുക. ആ തിളച്ച് വരുമ്പോഴത്തേനും നമ്മൾ ചൈന ഗ്രാസ് ഉണ്ടല്ലോ, അത് കുറച്ച് പച്ചവെള്ളത്തിലിട്ടിട്ട് കൈ പിടിച്ചിട്ട് ഊറ്റിയിട്ട് നമ്മൾ തിളച്ച കാപ്പിയിലേക്ക് ഇട്ട് കൊടുക്കണം. കാപ്പിയിൽ കുറച്ച് മധുരം കൂടുതൽ വേണമെങ്കിൽ നിങ്ങൾക്ക് ഈ ജെല്ലി ഉണ്ടാക്കാൻ വേണ്ടി പോവുകയാണ് കേട്ടോ. അപ്പോൾ ജെല്ലിക്ക് കുറച്ചും കൂടി മധുരം ജെല്ലിയിലും വേണമെന്നുണ്ടെങ്കിൽ കൂടുതൽ ഷുഗർ ചേർക്കാം, അല്ലെങ്കിൽ കുറച്ച് ഷുഗർ ചേർത്താൽ മതി. നല്ലത് ഷുഗർ മയമാവുമ്പോൾ നമുക്ക് നല്ല മധുരമായിട്ട് കട്ടിച്ചിട്ട് കഴിക്കാൻ പറ്റില്ല. അപ്പോൾ ഞാനൊരു കുറച്ച് ഷുഗറേ ഞാൻ ചേർത്തിട്ടുള്ളൂ. കണ്ടില്ലേ, ഞാൻ കുറച്ച് അറ്റ്ലീസ്റ്റ് ഒരു 1.5 സ്പൂണ് ഉണ്ടാവുള്ളൂ. ചെറിയ സ്പൂണിൽ കുറച്ച് എടുത്തിട്ടുള്ളൂ. എന്നിട്ട് നന്നായി ഇളക്കി കൊടുത്ത് ജെല്ലിയിൽ ലൈറ്റായിട്ട് എന്നാൽ മധുരം ഉണ്ടോ എന്ന് ചോദിച്ചാൽ മധുരം ഉണ്ടേനും, ഇല്ലെങ്കിൽ ഇല്ല എന്ന് പറയുന്ന രീതിയിൽ മാത്രമേ ഞാൻ ഷുഗർ ചേർത്തിട്ടുള്ളൂ. എന്നിട്ട് ഈ നമ്മുടെ ചൈന ഗ്രാസ് ഇതിൽ കിടന്നിട്ട് അലിയിച്ചിട്ട് എടുക്കണം. അപ്പോഴത്തേന് അത് അലിയുമ്പോഴത്തേന് ഞാൻ എന്താ ചെയ്ത് നമ്മുടെ ചവ്വരി കഴുകി വൃത്തിയാക്കിയിട്ട് വെച്ചിട്ടുണ്ട്, കുതിരാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു പ്ലേറ്റ് എടുക്കുക. ഈ തിളയ്ക്കണ നമ്മുടെ കാപ്പിയുടെ മിശ്രിതം ഉണ്ടല്ലോ, അത് ഈ പ്ലേറ്റിലേക്ക് തരിച്ച് ഒഴിക്കണം. ഒഴിച്ചിട്ട് തണുക്കാൻ വേണ്ടി വെക്കണം. നല്ല കൂളായിട്ടുണ്ടെങ്കിൽ പിന്നെ എടുത്ത് നമ്മൾ ഫ്രിഡ്ജിലേക്ക് വെക്കാം, തണുപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. ചൂടോടക്കനെ വെക്കരുത്. പിന്നെ ഞാൻ ചവ്വരി എടുത്ത് ഗ്യാസിൻ്റെ മുകളിൽ വെച്ച് അതിന് ശേഷം നന്നായി ഇളക്കി കൊടുത്ത് നല്ല കട്ടിയായിട്ട് ഇങ്ങനെ വരും, പശപ്പ് പോലെ. അപ്പം നമ്മൾ കൈ വെച്ചിട്ട് നന്നായി ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം, അല്ലെങ്കിൽ അടി പിടിച്ച് പെട്ടെന്ന് കരിഞ്ഞു പോകും. കണ്ടില്ലേ, അതിന് വല്ല എന്താ പറയുക മുത്തുമണികളെ പോലെ കാണുന്നില്ലേ, നല്ല രസമുണ്ട് കാണുമ്പോൾ. അത് നന്നായി വെന്തതിന് ശേഷം ഒരു അരിപ്പെടുത്ത് അത് അരിച്ചുവിടും. അരിച്ചിട്ട് ചൂടുവെള്ളം കളഞ്ഞിട്ട് പിന്നെ പച്ചവെള്ളത്തിൽ നമ്മൾ ഇങ്ങനെ കഴുകിയെടുക്കണം. എന്നിട്ടൊരു പാത്രത്തിലേക്ക് നമുക്ക് എടുത്ത് മാറ്റാം. ഒറ്റ പ്രാവശ്യം കഴുകിയെടുക്കുക കേട്ടോ. ഇതുപോലെ കഴുകിയെടുത്തതിന് ശേഷം നമ്മൾ ഒരു പാത്രത്തേക്ക് എടുത്തിട്ട് മാറ്റിയതിന് ശേഷം നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം. കാണാം എന്ത് രസമാണ്. ഇതിങ്ങനെ നമ്മൾ വെള്ളാരങ്കല്ല് പോലെ ഉണ്ട്. ഇത് പാത്രത്തേക്ക് മാറ്റിയതിന് ശേഷം ഞാൻ ഇവിടെ തലേ ദിവസം തന്നെ കാപ്പി റെഡിയാക്കിയിട്ട് വെച്ചിക്കുക, അല്ലെങ്കിൽ രാവിലെ ഉണ്ടാക്കുക. രാവിലെ ഉണ്ടാക്കിയിട്ട് വൈകുന്നേരത്ത് നമുക്ക് ഉണ്ടാക്കാം. അപ്പോൾ ഞാൻ രാവിലെ ഉണ്ടാക്കി വെച്ചിട്ടുള്ള കാപ്പി ഞാൻ ഫ്രീസറിൽ വെച്ചിട്ടുണ്ടായിരുന്നു. ആ കാപ്പി ഒരു പാത്രത്തിലേക്ക് എടുത്തിട്ട് ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നു. ആ കാപ്പി ഐസും കട്ട് ചെയ്തിട്ടാണ് ഈ ചവരിയിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് ഞാൻ വെന്തയിലേക്ക്. അപ്പോൾ അതൊന്ന് തണുത്തോട്ട് വെച്ചിട്ടാണ് ഞാൻ അങ്ങനെ ചെയ്യുന്നത് കേട്ടോ. ഞാൻ രാവിലെ ഉണ്ടാക്കിയിട്ട് വെച്ചതാണ്. വേണമെങ്കിൽ നിങ്ങൾക്ക് രാത്രിയായിട്ട് ഉണ്ടാക്കിയിട്ട് തലേദിവസം തന്നെ ഉണ്ടാക്കിയിട്ട് ഫ്രീസറിൽ വെക്കുകയും ചെയ്യാം. ഇത് ഞാൻ അതുപോലെ ഞാൻ ഐസ് ക്യൂബുകൾ കാപ്പി മധുരട്ടിട്ട് ഉണ്ടാക്കി വെച്ചിട്ടുള്ളതാണിത് ഓൾറെഡി. ഇത് അല്ലെങ്കിൽ ഐസ് ക്യൂബ് മാത്രം മതി. ഞാൻ അങ്ങനെ ഉണ്ടാക്കി കാപ്പിയുടെ ഫ്ലേവറും ഉണ്ടായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഉണ്ടാക്കിയിട്ട് ഐസ് ക്യൂബ് ആക്കിയിട്ട് എടുത്ത് വെച്ചാൽ അപ്പോഴത്തേനും നമ്മുടെ ജെല്ലി ഇവിടെ റെഡി ആയി കഴിഞ്ഞിട്ട് നല്ല സെറ്റായിട്ടുണ്ട്. പിന്നെ നെസ്കഫേയുടെ നമ്മുടെ ലാറ്റോ കോഫിയാണ്, ഐസ്ഡ് കോഫിയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് അമൂല്യൻ്റെ എടുക്കാം, ഏത് ഫേവറേറ്റാണ് നിങ്ങളുടെ ഉണ്ടെങ്കിൽ അതെടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ അതാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഞാൻ ഈ ജെല്ലി കട്ട് ചെയ്യാൻ പോവാണ്. ഭയങ്കര രസമായിരുന്നു കേട്ടോ ജെല്ലി കട്ട് ചെയ്യുമ്പോൾ. എന്താ പറയുക, ഒരു പ്രത്യേക ഒരു അനുഭൂതി. കാരണം നമ്മൾ ചെറുപ്പത്തേക്ക് പോയ പോലെ അങ്ങനെ ജെല്ലി ഇട്ട് കളിക്കുക ഉണ്ടാവില്ലേ, എന്താ പറയുക, നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങി കഴിക്കുമ്പോൾ എന്താ പറയുക, ഒരു പ്രത്യേക ഒരു സന്തോഷം. അങ്ങനെ കട്ട് ചെയ്തിട്ട് കളിക്കാം. പിന്നെ കണ്ട ആ കത്തി വെച്ചിട്ട് ഇങ്ങനെ ആകുമ്പോൾ ഒരു പ്രത്യേക രസം കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ച് നേരം അത് വെച്ചിട്ട് ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. കാണാനും അത് ചെയ്യുമ്പോഴും ഒരു പ്രത്യേക ഒരു അനുഭൂതി. ഇങ്ങനെ ക്രിസ്റ്റൽ പോലെ ഇട്ട് അതിന് ഇങ്ങനത്തെ പറയുക നല്ല രസമുണ്ടായിരുന്നു കണ്ട. അതിങ്ങനെ ഇടുമ്പോൾ ആ പാത്രത്തിലേക്ക് നമ്മൾ ബൗളിലെടുത്തിട്ട്, ചില്ലിൻ്റെ ബൗളാണ് എടുത്തുള്ളത്, അതിലേക്ക് ഞാൻ ഇട്ട് കൊടുക്കുമ്പോഴൊക്കെ എനിക്ക് പ്രത്യേക ഒരു സന്തോഷം. അങ്ങനെ ഞാൻ അത് ഫസ്റ്റ് ഞാൻ ഈ ബൗളിലേക്ക് എടുത്ത് വെച്ചിട്ടുണ്ട്.
അതിലേക്ക് നമ്മൾ ഐസിൻ്റെ കാപ്പിയുടെ ക്യൂബായിട്ടുള്ള ഐസ് ഇട്ടാലും ഇതൊരു ഭംഗിക്ക് വേണ്ടിയിട്ടാണ് ഞാൻ കാപ്പിയുടെ ഫ്ലേവറായിട്ട് ഇട്ടിട്ടുള്ള ഐസ് ഉണ്ടാക്കിയത്. അല്ലെങ്കിൽ സാധാ ഐസ് എടുത്താലും മതി നമുക്ക്. പിന്നെ ഞാൻ പറഞ്ഞില്ലേ ലെറ്റോ ഐസ് കോഫിയാണ് എടുത്തിട്ടുള്ളത്, അത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. നിങ്ങൾക്ക് എത്ര ആൾക്ക് ഉണ്ടാക്കണം അപ്പോൾ അത്ര ആളുടെ പേര് 4 ആൾക്കാണെങ്കിൽ 4 അങ്ങനത്തെ വാങ്ങിച്ചിട്ട് ഒഴിച്ചു കൊടുക്കുക. അല്ലെങ്കിൽ അമൂലിൻ്റെ ആണെങ്കിൽ അമൂലിൻ്റെ ഒഴിച്ചു കൊടുക്കാം. അല്ലെങ്കിൽ നമുക്ക് കോൾഡ് കോഫി ഉണ്ടാക്കുക തന്നെ ചെയ്യാം. അങ്ങനെ ഉണ്ടാക്കിയിട്ട് ഇതിൽ ചേർത്ത് കൊടുക്കുകയും ചെയ്യും. അപ്പം ഞാനിത് ഓൾറെഡി വാങ്ങിക്കുക ചെയ്തത്. പെട്ടെന്ന് ഇവർക്ക് വേണമെന്ന് പറഞ്ഞപ്പോൾ ആയിക്കോട്ടെ നമുക്ക് ഉണ്ടാക്കാം എന്നുള്ളൊരു ഇതിൽ പെട്ടെന്ന് വാങ്ങിച്ചിട്ട് അങ്ങനെ ഉണ്ടാക്കി കൊടുക്കുക ചെയ്തത്. പിന്നെ കുറച്ച് മിൽക്ക് മെയ്ഡ്, ഒരു 2 സ്പൂൺ മിൽക്ക് മെയ്ഡും ചേർത്ത്, പിന്നെ എടുത്തു വെച്ച ചവ്വരിയും ചേർത്ത്, അതിലേക്ക് ഐസ് ഞാൻ പറഞ്ഞില്ലേ എക്സ്ട്രാ ഉണ്ടായിരുന്ന പാത്രത്തിൽ ആ ഐസും ചേർത്ത് നന്നായിട്ട് മിക്സാക്കി. ഇത് മിക്സാക്കുമ്പോൾ കാണാൻ ഭയങ്കര രസമാണ്. കോഫിയുടെ ആയിട്ട് അങ്ങനെ എടുക്കണം. കോഫിയുടെ ക്യൂബും അതുപോലെ നമ്മുടെ ഇതിൻ്റെ ജെല്ലിയും അതുപോലെ തന്നെ ചവ്വരിയും ഒക്കെ ഇതിലിങ്ങനെ കിടന്നിങ്ങനെ ഇളക്കുമ്പോൾ ഒരു പ്രത്യേക രസം. ചെറിയ കുട്ടികൾ ചെറുപ്പത്തിൽ നമ്മളിങ്ങനെ കളിക്കില്ലേ, എന്താ പറയുക, അത്രയ്ക്കൊരു ഭയങ്കര രസമായിരുന്നു ഇത്. നമ്മൾ കുക്കിങ് ചെയ്യുമ്പോഴും ഭയങ്കര സന്തോഷം ഇത് ചെയ്യുമ്പോൾ. കാരണം ഭയങ്കര ഒരു അനുഭൂതി, ഇത് കാണുമ്പോൾ തന്നെ ഒരു പ്രത്യേകത. അപ്പോൾ ഇപ്പോൾ തന്നെ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. അപ്പോൾ ആച്ചു പറഞ്ഞു മമ്മി എനിക്ക് ചോക്ലേറ്റ് വേണം, ചോക്ലേറ്റിൻ്റെ ഇത് ഉണ്ടാക്കാം നമുക്ക് ഫ്ലേവറായിട്ട്, ചോക്ലേറ്റിൻ്റെ ഫ്ലേവറായിട്ട് എടുക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ ആയിക്കോട്ടെ എന്ന് പറഞ്ഞിട്ട് ഞാൻ ചോക്ലേറ്റും കൂടി ഇതിൽ ചേർത്ത്. അപ്പം ഭയങ്കര ടേസ്റ്റ്, ചോക്ലേറ്റ് ചേർത്തപ്പോൾ അതിലേറെ ടേസ്റ്റ് ഇതിന്. അപ്പോൾ എന്നിട്ട് ഞാൻ എടുത്തിട്ട് ഞാൻ അവന് കൊണ്ടു കൊടുക്കണം. അപ്പോൾ ഇവിടെ നമ്മുടെ കോഫി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മുടെ സാഗോ കോഫി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഭയങ്കര ടേസ്റ്റ് ഉണ്ട് കേട്ടോ സംഭവം. എന്നിട്ട് ഞാൻ ഇപ്പോൾ അവന് കൊണ്ടു കൊടുക്കുകയാണിത്. അവൻ്റെ റിയാക്ഷൻ, ഒരു മൂവി കാണുമായിരുന്നു, അപ്പോൾ ഞാൻ കൊണ്ടു കൊടുത്ത്. അവർ 2 ആൾ കുടിച്ച് നോക്കിയിട്ട് അഭിപ്രായം പറയുന്നുണ്ട്. നല്ല 2 ആൾക്കും ഭയങ്കരമായിട്ട് ഇഷ്ടമായി. ആദ്യം കഴിച്ചു നോക്കും, എന്നിട്ട് അഭിപ്രായം പറയുന്നത് മൂപ്പർക്ക് ഇഷ്ടമാണ്. ഓൾറെഡി മൂപ്പരുടെ അതിലാണ് ഉണ്ടാക്കിയുള്ളത്. അപ്പോൾ മൂപ്പര് ചോക്ലേറ്റും ഈ ലെറ്റോ കോഫിയുടെ ടേസ്റ്റും എല്ലാം കൂടി അവർക്ക് 2 ആൾക്കും ഇഷ്ടമായി. അപ്പോൾ ഈ കുഞ്ഞു റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ലൈക്ക് ആൻഡ് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. ലവ് യു. എല്ലാവരും